വാക്ക് ഇൻ വാക്ക് ഔട്ട് പ്രൊസീജിയറാണ് ഇപ്പോൾ വാരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കേശവ്, ജി ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ ഈ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് ആക്ച്വലി 10-5 ആൾക്കാർക്ക് അബവ് ദ ഏജ് ഓഫ് 40 years എന്തായാലും ഉണ്ടായിരിക്കും. ബട്ട് കുറേ ആൾക്കാർ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഡയഗ്നോസിസ് അവർക്ക് അറിയാത്തത് കാരണമാണ്. രണ്ടാമത്തത്, ബൈ ദ ടൈം അവർ ഡയഗ്നോസിസ് അറിയാൻ വരുമ്പോൾ നല്ല അഡ്വാൻസ്ഡ് ഡിസീസ് ആയിരിക്കും. അപ്പോൾ ഈ വാരിക്കോസ് വെയിനിൻ്റെ സിംറ്റംസ് എന്താണ്? കുറേ നേരം നിൽക്കുമ്പോൾ കാല് വേദന വരുന്നത്, അത് സംടൈംസ് അത് പോകും തോറും അത് പെട്ടെന്നായിരിക്കും. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നിന്നാലും കാല് നല്ല കഴപ്പുണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ കാലിൽ ആങ്കിളിൻ്റെ അടുത്തുള്ള സ്കിന്ന് ബ്ലാക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ റീജിയനിൽ ചെറുതായിട്ട് അൾസേഴ്സ് വരുന്നത്, ഇതെല്ലാം വാരിക്കോസ് വെയിൻ്റെ സിംറ്റംസാണ്. പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ ഓബ്വിയസ് ആണ്. ബട്ട് ആ സ്റ്റേജ് വരുമ്പോൾ ആൾറെഡി നമുക്ക് ഡിസീസ് വളരെ അഡ്വാൻസ്ഡ് ആണ്, റൈറ്റ്? അപ്പോൾ ഈ വാരിക്കോസ് വെയിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, പണ്ടൊക്കെ നമ്മൾ വാരിക്കോസ് വെയിനെ ഫുള്ളി ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം അങ്ങനത്തെ വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, വെരി സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്, റൈറ്റ്? അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ട്രീറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ തോക്ക് കാണുന്നുണ്ടോ? ദീപാവലിയൊക്കെ വരുന്നുണ്ട്, ബട്ട് അതിനുള്ള തോക്കല്ല ഇത്. നമ്മൾ വാരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു വെനാസീൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, തോക്കാണ്, റൈറ്റ്? സോ ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കാലിലെ ഈ വാരിക്കോസ് വെയിൻ ഉണ്ടല്ലോ, അപ്പോൾ വെയിനെ നമ്മൾ ആങ്കിൾ ലെവലിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഫുൾ ബോഡി നമുക്ക് അതായത് ഫുൾ ലെഗിലുള്ള ലെങ്ത് നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഫുൾ ലെഗിൻ്റെ ലെങ്ത്ത് നമ്മൾ ഈ ഹാർഡ്ലി ഒരു 2 millimeter ഉള്ള ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇവിടെ വരെ കൊണ്ടുവരും. പിന്നെ അതിൽ നമ്മൾ ഈ തോക്ക് കണക്ട് ചെയ്തിട്ട് ഈ സിറിഞ്ചിലാണ് നമ്മൾ ഗ്ലൂ വെച്ചിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ഗ്ലൂവിൻ്റെ ഇത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ സ്ലോലി നമുക്ക് ഈ ഗ്ലൂ മൂവ് ആയിട്ട് ആ ട്യൂബിൻ്റെ ത്രൂ പുറത്ത് വരും. അപ്പോൾ ഈ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നുണ്ടോ ടിപ്പിൽ? അപ്പോൾ ആ ഗ്ലൂ പുറത്ത് വരുമ്പോൾ നമ്മൾ പുറത്ത് വന്ന ഗ്ലൂ ഈ വെയിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ വെയിനെ പ്രസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു ജെൻറ്റിൽ പ്രസ് കൊടുക്കുമ്പോൾ തന്നെ ആ ഗ്ലൂ വെച്ചിട്ട് ആ വെയിൻ അങ്ങനെ അടഞ്ഞു പോകും. ഇത് പെർമനൻ്റ് ആണ്, റൈറ്റ്? ഇതേപോലെ വേറെ 1-2 പ്രൊസീജിയേഴ്സും കൂടെ ഉണ്ട്. അബ്ലേഷൻ, ഇതാണ് ഗ്ലൂവിൻ്റെ മുമ്പ് നമ്മൾ കോമൺലി ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയറാണ് അബ്ലേഷൻ. അതിൽ ഇതേ സൈസിലുള്ള ചെറിയൊരു ട്യൂബ് നമ്മൾ അകത്ത് വെച്ചിട്ട് ആ ട്യൂബിൻ്റെ ടിപ്പിൽ നമ്മളൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചിപ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ യൂസ് ചെയ്യുമല്ലോ, ഒരു പ്രസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്നത്, അതേപോലെ വെയിൻ്റെ അകത്ത് വെച്ച് ഹീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് അബ്ലേഷൻ പ്രൊസീജിയർ. ഈ അബ്ലേഷൻ പ്രൊസീജിയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുട്ടിൻ്റെ താഴോട്ട് വരുമ്പോൾ നെർവ്സ്, ഇവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂ കുറവാണ്, ഫാറ്റ് കുറവാണ്. അപ്പോൾ ഈ വെയിനും നെർവും അടുപ്പിച്ച് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഹീറ്റ് കാരണം ആ നെർവിൽ ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉണ്ട്, റൈറ്റ്? സോ മുട്ടിൻ്റെ താഴെയുള്ള പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇത് ഹീറ്റ് ചെയ്യുന്നത് കാരണം ഇത് പെയിൻഫുള്ളുമാണ്. ഗ്ലൂ പെയിൻഫുൾ അല്ല, പെയിൻലെസ് പ്രൊസീജിയറാണ്. നമ്മൾ എവിടെയാണോ ആ വെയിനെ എൻ്റർ ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ മാത്രം ചെറുതായിട്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് നമുക്ക് എൻറ്റയർ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. വെറും ലോക്കൽ അനസ്തീഷ്യ ആയത് കാരണം നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി നടക്കാനും പറ്റും, സെയിം ഡേ നമുക്ക് വീട്ടിൽ പോകാനും പറ്റും. സോ വാക്ക് ഇൻ വാക്ക് ഔട്ട് പ്രൊസീജിയറാണ് ഇപ്പം വാരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അബ്ലേഷൻ ആകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അത് ഒരു സ്പൈനൽ അനസ്തീഷ്യ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ട്യൂമിസൻ്റ് അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വീട്ടിൽ വിടാൻ ബുദ്ധിമുട്ടുമാണ്. മിക്കവാറും നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ വീട്ടിലോട്ട് വിടുന്നത്. Future Ready Healthcare, trusted for generations. GG Hospital.